അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, സിഹർ എങ്ങനെ ബാത്തിലാക്കാം? അതിനുള്ള എല്ലാം പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. സിഹർ ആരാണ് നമ്മളിലേക്ക് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സിഹർ ചെയ്യാൻ സാധ്യത ഉള്ള ആളുകൾ അസൂയ ഉള്ളവർ. നമ്മൾ വല്ല ബിസിനസ്സിൽ ഉയർന്നു പോകുന്നത് അവർക്ക് പിടിച്ചൂടാ. പിന്നെ അതുപോലെ നല്ലൊരു വാഹനം എടുത്താൽ അവർക്ക് പിടിച്ചൂടാ. നല്ലൊരു വീട് പൊന്തിയാൽ അവർക്ക് പിടിച്ചൂടാ. ഇത് തന്നെ നമ്മളെ പരമാവധി തകർത്താൻ നോക്കുന്നതാണ് അവന്റെ ലക്ഷ്യം. ഇത് ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് സിഹർ ചെയ്യാൻ പോകുന്നത്. ഇത്തരം ഷെറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ആരെങ്കിലും നമ്മൾക്ക് ആരെങ്കിലും സിഹർ ചെയ്യണം, നമ്മൾ തകർന്നടിഞ്ഞു പോകണം, നമ്മുടെ കുടുംബ ബന്ധം മുറിഞ്ഞു പോകണം എന്നൊന്നും നമ്മൾ ആരും സ്വയം കരുതില്ലെന്നു. എന്നതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങളും അതുപോലെ അവരുടെ ജീവിതവും അവരുടെ ബിസിനസ്സും തകർന്നു പോകുന്ന ഈ ഗൂഢോത്രം, മാരണം, ആഭിചാരം പോലത്തെ ഒരു പ്രവൃത്തി മാറ്റും ചെയ്യരുത്. വൻ പാപമാണ്. എല്ലാവരും നമ്മൾക്ക് ഹൈറായി ജീവിക്കട്ടെ, നല്ല ബിസിനസ്സിൽ കാത്താവട്ടെ എന്നൊന്നും കരുതുന്ന ആൾക്കാരെല്ലാം നമ്മൾ അറിയുക. സിഹറിന് ഏറ്റവും വലിയ മരുന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ ഉണ്ട്. സിഹർ ചെയ്യുന്നവന്റെ ഇബാദത്തുകൾ വരെ നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകും. അതുകൊണ്ട് ആർക്കും അതുപോലുള്ള സിഹർ പോലത്തെ ഗൂഢോത്തര മാരണം, ആഭിചാരം പോലത്തെ ദുർപ്രവൃത്തികൾ ആരും ചെയ്യരുത്. നമ്മൾ കാരണം ഒരാളുടെയും ബിസിനസ് തകരരുത്. പിന്നെ അതുപോലെ ഒരാളുടെയും ജീവിതം തകർന്നു പോകരുത്. നമ്മളായി അതിനുള്ള അവസരങ്ങൾ വരുത്തി വെക്കരുത്. അവർ പ്രായത്തായി ഹൈറായ പാതയിൽ ജീവിച്ചോക്കാം. സിഹർ നമ്മുടെ നെഫ്സിന് പോലും ബാധിക്കും. സിഹർ ബാത്തിലാക്കാനുള്ള ഹമല് ഏതാണെന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് 10 പ്രാവശ്യം ഓതിയതിനു ശേഷം സൂറത്ത് യൂനിസിലെ 81-ാമത്തെ ആയത്തായ ഫലമ്മാൽ ഖാലമു സമാജിദ് ഈ സിഹർ ഇന്നല്ലാഹ് സയുബ്തിലഹു ഇന്നല്ലാഹ ലാ യുസ്രിഉ അമലൽ മുഫ്സിദീൻ എന്ന് 23 പ്രാവശ്യം മനസ്സറിഞ്ഞ് 23 പ്രാവശ്യം ഓതുക. എങ്കിൽ എത്ര പഴക്കമുള്ള സിഹറാണെങ്കിലും എല്ലാത്തിനും പരിഹാരമുണ്ട്. സിഹർ പോലത്തെ ആഭിചാരം, മാരണം, എല്ലാ ഷെറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. സിഹർ പോലത്തെ ദുർപ്രവൃത്തി ചെയ്യുന്നതിൽ നിന്നും, ചെയ്യാൻ വിടുന്നതിൽ നിന്നും, ചെയ്യാൻ പോകുന്നതിൽ നിന്നും, എല്ലാ ഷെറിൽ നിന്നും നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കട്ടെ, കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെയും നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മളെ മാതാപിതാക്കളെയും നമ്മളെ സുഹൃത്തുക്കളെയും നമ്മളെ ഉസ്താദുമാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അപകട മരണങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ ഏത് രോഗമായിക്കോട്ടെ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആജിലായ ശിഫാ കൊടുക്കട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായി പരസ്യമായി പല തെറ്റുകുറ്റങ്ങളും വന്നു പോയിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഓർത്തു മാപ്പാക്കി കൊടുക്കട്ടെ. കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി. മുഅ്മിനായി ജനിച്ചു, മുഅ്മിനായി ജീവിച്ച്, മുഅ്മിനായി മരിക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഖൈറായ പാതയിൽ നടക്കാനും ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുട്ടികളെല്ലാവരെയും സ്വാലിഹീങ്ങളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തുന്നു. വാഹനം ഓടിക്കുന്നതിലും വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നവരിലും കൃഷിയിടങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല
അതിലെല്ലാത്തിലും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ എല്ലാവരുടെയും കൈ പിടിച്ചു കൊണ്ടുവരുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ ഉൾപ്പെടുത്തട്ടെ.